ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒരു പോയമാണ് അനദർ ഡേ ഇൻ പാരഡൈസ് റിട്ടൺ ബൈ ഫിലിപ്പ് കോളിൻസ്. നമുക്ക് ഫിലിപ്പ് കോളിൻസിനെ പറ്റി നോക്കാം. ഹീ ഈസ് എ ബ്രിട്ടീഷ് മ്യൂസിഷ്യൻ, സിംഗർ, സോങ് റൈറ്റർ, റെക്കോർഡ് പ്രൊഡ്യൂസർ ആൻഡ് ആക്ടർ. ഇദ്ദേഹം ഒരു ബ്രിട്ടീഷ് മ്യൂസിഷ്യനും സിംഗറും സോങ് റൈറ്ററും പ്രൊഡ്യൂസറും ആക്ടറുമാണ്. ഹി വാസ് ദ ഡ്രമ്മർ ആൻഡ് ലീഡ് സിംഗർ ഓഫ് ദി റോക്ക് ബാൻഡ് ജെനസിസ്. ഒരു റോക്ക് ബാൻഡ് ഉണ്ടായിരുന്നു, ജെനസിസ് എന്നാണ് പേര്. ആ ജെനസിസ് എന്ന് പറയുന്ന റോക്ക് ബാൻഡിലെ സിംഗറും ഡ്രമ്മറും കൂടിയായിരുന്നു ഫിലിപ്പ് കോളിൻസ്. ഹിസ് മോസ്റ്റ് സക്സസ്ഫുൾ സിംഗിൾസ് ഇൻക്ലൂഡ്, ഇദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള പോയംസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇൻ ദ എയർ ടു നൈറ്റ്, വൺ മോർ നൈറ്റ്, അനദർ ഡേ ഇൻ പാരഡൈസ് ആൻഡ് ഐ വിഷ് ഇറ്റ് വുഡ് റെയിൻ ഡൗൺ. ഇതൊക്കെ അദ്ദേഹം എഴുതിയ കവിതകൾ പിന്നീട് സോങ് ആയിട്ട് മാറിയതാണ്. കോളിൻസ് ഹാസ് ബീൻ സെലിബ്രേറ്റഡ് ഫോർ ഹിസ് കോൺട്രിബ്യൂഷൻ ടു ദ പോപ്പ് മ്യൂസിക് കനോൺ. അതുപോലെ തന്നെ പോപ്പ് മ്യൂസിക്കിൽ ഇദ്ദേഹം ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുണ്ട്. ബോത്ത് ആസ് എ സോളോ ആർട്ടിസ്റ്റ് ആൻഡ് എ മെമ്പർ ഓഫ് ജെനസിസ്. ഇദ്ദേഹം ഒരു സോളോ ആർട്ടിസ്റ്റും അതുപോലെ ജെനസിസ് എന്ന് പറയുന്ന റോക്ക് ബാൻഡിലെ മെമ്പറും കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ പോപ്പ് മ്യൂസിക്കിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻ ഇദ്ദേഹം നടത്തിയിട്ടുണ്ട്. എമംഗ് അതർ ഹോണേഴ്സ്, ഹിസ് സോളോ വർക്ക് ഹാസ് ഏൺഡ് ഹിം 8 ഗ്രാമീസ്. അതുകൊണ്ട് തന്നെ സോളോ വർക്കിന് എന്ത് കിട്ടി? 8 ഗ്രാമി അവാർഡ്സും ആൻ അക്കാഡമിക് അവാർഡ്, ഓസ്കാറിലെ ഒരു അക്കാഡമിക് അവാർഡും, എ ബ്രിറ്റ് അവാർഡ് ഫോർ ദി ബ്രിട്ടീഷ് ആൽബം ഓഫ് ദി ഇയർ അവാർഡും ആൻഡ് മെനി മോർ. കുറേ അധികം അവാർഡ്സും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇൻ 1999 ഹി വാസ് ഓണേർഡ് വിത്ത് എ സ്റ്റാർ ഓൺ ദി ഹോളിവുഡ് വാക്ക് ഓഫ് ഫെയിം. ഹോളിവുഡ് വാക്ക് ഓഫ് ഫെയിമിലെ ഒരു സ്റ്റാർ ആയിട്ട് ഇദ്ദേഹത്തിനെ ഓണർ ചെയ്തു 1999. സോ ഫിലിപ്പ് കോളിൻസ് എഴുതിയ അനദർ ഡേ ഇൻ പാരഡൈസ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് പോയമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇറ്റ്സ് നോട്ട് എ പോയം ബട്ട് എ സോങ്. Another Day in Paradise by Phil Collins. She calls out to the man on the street. ഈ ഒരു പോയം അല്ലെങ്കിൽ ഈ ഒരു സോങ് നടക്കുന്നത് ഒരു സ്ട്രീറ്റിലാണ്, തെരുവിലാണ്. അവിടെ നമുക്കൊരു സ്ത്രീയെ കാണാം, ഒരു മനുഷ്യനെയും കാണാം. അപ്പോൾ അവൾ എന്താണ് ചെയ്യുന്നത്? ഷീ calls out to the man on the street. അവൾ ആ തെരുവിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ വിളിക്കുകയാണ്. കോൾസ് ഔട്ട് എന്ന് പറഞ്ഞാൽ വിളിക്കുന്നു. എന്താണ് വിളിക്കുന്നത്? സാർ, ക്യാൻ യു ഹെൽപ്പ് മീ? സാർ, താങ്കൾക്ക് എന്നെ സഹായിക്കാൻ പറ്റുമോ? ഇറ്റ്സ് കോൾഡ് ആൻഡ് ഐ ഹാവ് നോ വെയർ ടു സ്ലീപ്പ്. ഇപ്പോൾ നല്ല മഞ്ഞുകാലമാണ്, തണുപ്പൊക്കെയാണ്. ഇറ്റ്സ് കോൾഡ്, ഇപ്പോൾ തണുപ്പ് കാലമാണ്. ആൻഡ് ഐ ഹാവ് നോ വെയർ ടു സ്ലീപ്പ്. നോ വെയർ എന്ന് പറഞ്ഞാൽ എവിടെയും, എനിക്ക് എവിടെയും കിടന്നുറങ്ങാനേ പറ്റുന്നില്ല, കാരണം വളരെയധികം തണുപ്പ് സീസൺ ആയിട്ടുണ്ട് ഇപ്പോൾ. ഈസ് ദെയർ സംവെയർ യു ക്യാൻ ടെൽ മീ? താങ്കൾക്കറിയാവുന്ന ഏതെങ്കിലും സ്ഥലം പറഞ്ഞു തരാവോ എന്നാണ് ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു സോങ്ങിൻ്റെ സെൻട്രൽ തീം എന്ന് പറയുന്നത് പോവർട്ടിയാണ്. അപ്പോൾ അവൾക്ക് എന്തില്ല? ഒരു വീടില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ തണുപ്പ് കാലത്ത് അവൾ എവിടെ കിടന്നുറങ്ങും? അപ്പോൾ അതുകൊണ്ട് അവളൊരു ഹെൽപ്പ് ചോദിക്കുകയാണ് ആ മനുഷ്യനോട്. ഹി വോക്സ് ഓൺ, ഡസൻ ലുക്ക് ബാക്ക്. പക്ഷേ ആ കേട്ട അദ്ദേഹം എന്ത് ചെയ്തു? മുന്നോട്ട് നടന്നു പോയി. ഡസൻ ലുക്ക് ബാക്ക്, അവളെ തിരിഞ്ഞു പോലും നോക്കിയില്ല. ഹി പ്രിറ്റൻസ് ഹി ക്യാൻ ഹിയർ ഹെർ. അദ്ദേഹം നടിച്ചു ഹി ക്യാൻ ഹിയർ ഹെർ. അവൾ പറഞ്ഞ കാര്യങ്ങൾ അയാൾ കേട്ടിരുന്നു, പക്ഷേ അയാൾ അത് കേട്ടില്ല എന്നുള്ള ഭാവത്തോടുകൂടി നടന്നുപോയി. പ്രിറ്റൻസ് എന്ന് പറഞ്ഞാൽ നടിക്കുക. അത് കേട്ടില്ല എന്ന ഭാവത്തോടു കൂടി അയാൾ എന്ത് ചെയ്തു? മുന്നോട്ട് നടന്നുപോയി. സ്റ്റാർട്ട്സ് ടു വിസിൽ ആസ് ഹി ക്രോസസ് ദ സ്ട്രീറ്റ്. അതിനുശേഷം അദ്ദേഹം ഒരു ചൂളമൊക്കെ അടിച്ചുകൊണ്ട് എങ്ങോട്ടേക്ക് പോയി? ആ സ്ട്രീറ്റ് ക്രോസ് ചെയ്ത് പോയി. സീംസ് എംബാരസ്ഡ് ടു ബി ദെയർ. അവളുടെ അടുത്ത് നിൽക്കുന്നത് പോലും അദ്ദേഹത്തിനൊരു നാണക്കേടായിരുന്നു. ആ എംബാരസ്ഡ് എന്ന് പറഞ്ഞാൽ നാണക്കേട്. ആ നാണക്കേട് സഹിക്കാൻ വയ്യാതെ അയാൾ എന്ത് ചെയ്തു? ആ തെരുവിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് ഒരു വിസിലൊക്കെ ചെയ്ത് അപ്പുറത്തേക്ക് പോയി. ഓ തിങ്ക് ട്വൈസ് കോസ് ഇറ്റ്സ് അനദർ ഡേ ഫോർ യു ആൻഡ് മീ ഇൻ പാരഡൈസ്. അപ്പോൾ അവൾ പാടുകയാണ്, ഓ തിങ്ക് ട്വൈസ്, 2 വട്ടം ചിന്തിക്കൂ. കോസ് ഇറ്റ്സ് അനദർ ഡേ ഫോർ യു ആൻഡ് മീ ഇൻ പാരഡൈസ്, നമ്മൾക്ക് 2 പേർക്കും ഒരു ദിവസം വരും. എന്നാണ്? അനദർ ഡേ ഫോർ യു ആൻഡ് മീ ഇൻ പാരഡൈസ്. സ്വർഗത്തിൽ, പാരഡൈസ് എന്ന് പറഞ്ഞാൽ സ്വർഗം എന്നാണ്. സ്വർഗത്തിൽ നമുക്ക് 2 പേർക്കും ഒരു ദിവസം വരും എന്ന് പറഞ്ഞാൽ അവളിപ്പോൾ നിൽക്കുന്നത് എന്താണ്? അവളുടെ കറൻറ്റ് സിറ്റുവേഷൻ അനുസരിച്ച് അവളിപ്പോൾ സ്വർഗത്തിലാണോ ഉള്ളത്? അല്ല, അവൾ നരകത്തിലാണ്. അപ്പോൾ അതിനെ ഒന്ന് പാരഡോക്സ് പോലെ അവൾ പറയുകയാണ്, അനദർ ഡേ ഫോർ യു ആൻഡ് മീ ഇൻ പാരഡൈസ്. നമ്മൾ 2 പേരും ഒരു ദിവസം എവിടെയായിരിക്കും? പാരഡൈസിൽ, സ്വർഗത്തിലായിരിക്കും എന്നവൾ പറയുന്നുണ്ട്. ഓ തിങ്ക് ട്വൈസ് കോസ് ഇറ്റ്സ് അനദർ ഡേ ഫോർ യു ആൻഡ് മീ ഇൻ പാരഡൈസ്, തിങ്ക് അബൌട്ട് ഇറ്റ്. ഇതിനെക്കുറിച്ച് താങ്കളൊന്ന് ചിന്തിച്ചു നോക്കൂ, 2 പ്രാവശ്യം ചിന്തിക്കൂ. അനദർ ഡേ ഫോർ യു ആൻഡ് മീ ഇൻ പാരഡൈസ്, നമ്മൾ 2 പേരും എവിടെയായിരിക്കും? പാരഡൈസിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ലൈൻസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഓ തിങ്ക് ട്വൈസ് എന്ന് തുടങ്ങുന്ന ലൈൻസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്.
പല ഭാഗത്തും നമുക്ക് കാണാം, കവിതയുടെ എൻഡിലും നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിരുന്ന ലൈൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിഫ്രൈൻ. എന്താണ് പറയുന്നത്? റിഫ്രൈൻ. REFRAIN, റിഫ്രൈൻ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റാൻസ. ഷീ കോൾസ് ഔട്ട് ടു ദ മാൻ ഓൺ ദി സ്ട്രീറ്റ്, ഹി ക്യാൻ സീ ഷീ ഈസ് ബീങ് ക്രൈങ്. അവൾ വീണ്ടും ആ മനുഷ്യനെ വിളിക്കുകയാണ്, ആ തെരുവിലുള്ള മനുഷ്യനെ വിളിക്കുകയാണ്. ഹി ക്യാൻ സീ ഷീ ഈസ് ബീങ് ക്രൈങ്. അയാൾക്ക് കാണാൻ സാധിക്കും. എന്താണ് കാണാൻ സാധിക്കുന്നത്? അവളിപ്പോൾ കരഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു കരയുന്ന കാഴ്ചയൊക്കെ അയാൾക്ക് കാണാൻ സാധിക്കും. നേരത്തെ അദ്ദേഹത്തിനെ അവൾ വിളിച്ചപ്പോൾ അദ്ദേഹം അത് കേട്ടില്ല എന്ന് നടിച്ച് അവളുടെ അടുത്ത് നിൽക്കുന്നത് നാണക്കേട് ഓർത്തുകൊണ്ട് എന്ത് ചെയ്തു? സ്ട്രീറ്റിന് അപ്പുറത്തേക്ക് പോയി, അല്ലേ? അപ്പോൾ അദ്ദേഹം അപ്പോഴെന്ത് ചെയ്യുമായിരുന്നു? അവളുടെ വാക്കുകളൊന്നും കേട്ടില്ല എന്ന് നടിച്ചിട്ടാണ് പോയത്. ഇപ്പോൾ അദ്ദേഹത്തിന് കാണാൻ സാധിക്കുന്നുണ്ട് അവൾ എന്ത് ചെയ്യാണ്? കരയുകയാണെന്ന്. ഷീ ഈസ് ഗോട്ട് ബ്ലിസ്റ്റേഴ്സ് ഓൺ ദി സോൾസ് ഓഫ് ഹെർ ഫീറ്റ്. ഫീറ്റ് എന്ന് പറഞ്ഞാൽ കാൽപാദം, സോൾസ് എന്ന് പറഞ്ഞാൽ കാൽപാദത്തിൻ്റെ അടിഭാഗമുണ്ടല്ലോ, ആ ഭാഗമാണ് സോൾസ്. ബ്ലിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ തിണർപ്പ്, ഈ കുരു പോലെ പൊങ്ങി പൊങ്ങി വരത്തില്ലേ, അങ്ങനെയുള്ള ഭാഗം ബ്ലിസ്റ്റേഴ്സ്. ഷീ ഈസ് ഗോട്ട് ബ്ലിസ്റ്റേഴ്സ് ഓൺ ദി സോൾസ് ഓഫ് ഹെർ ഫീറ്റ്. അവളുടെ കാൽപാദത്തിന് അടിഭാഗം എല്ലാം പൊട്ടി ബ്ലിസ്റ്റേഴ്സ് ആയിട്ടിരിക്കുകയാണ്, തിണർത്തിരിക്കുകയാണ്. ഷീ കാൺട്ട് വോക്ക് ബട്ട് ഷീ ഈസ് ട്രൈങ്. അവൾക്ക് നടക്കാനേ പറ്റുന്നില്ല. ബട്ട് ഷീ ഈസ് ട്രൈങ്, പക്ഷെ അവൾ എന്ത് ചെയ്യുന്നു? നടക്കാനായി ശ്രമിക്കുന്നു. ഓ തിങ്ക് ട്വൈസ് കോസ് ഇറ്റ്സ് അനദർ ഡേ ഫോർ യു ആൻഡ് മീ ഇൻ പാരഡൈസ്. ഓ തിങ്ക് ട്വൈസ് ഇറ്റ്സ് ജസ്റ്റ് അനദർ ഡേ ഫോർ യു ആൻഡ് മീ ഇൻ പാരഡൈസ്. ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. വീണ്ടും അവിടെ റിഫ്രൈൻ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നേരത്തെ പാടിയ ആ 2 വരികൾ തന്നെ വീണ്ടും എന്ത് ചെയ്യുന്നു? ഇവിടെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. സോ അതിലൂടെ എന്താണ് പറയുന്നത്? നമ്മൾ രണ്ടുപേരും ഒരു ദിവസം പാരഡൈസിലായിരിക്കും. ഇപ്പോൾ അവൾ നിൽക്കുന്ന കറണ്ട് സിറ്റുവേഷനിൽ അവളിപ്പോൾ എവിടെയാണ്? ഹെല്ലിലാണ്, നരകത്തിലാണ് എന്നാണ് ആ ഒരു ലൈനിൻ്റെ മീനിങ്. സോ നമുക്ക് നെക്സ്റ്റ് സ്റ്റാൻസ് നോക്കാം. ഓ ലോഡ്. ലോഡ് എന്ന് പറഞ്ഞാൽ ദൈവം. ഓ ലോഡ്, ഈസ് ദർ നത്തിങ് മോർ എനിബഡി ക്യാൻ ഡു. ആർക്കും ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. നത്തിങ് മോർ എനിബഡി ക്യാൻ ഡു. ഓ ഗോഡ്, ഓ ലോഡ്, ദർ മസ്റ്റ് ബി സംതിങ് യു ക്യാൻ സേ. താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ദൈവത്തിനോട് തന്നെ അവൾ ചോദിക്കുകയാണ്. ഇപ്പോൾ മനുഷ്യരാരും ഭൂമിയിൽ അവളെ സഹായിക്കാനില്ല. അപ്പോൾ അവസാനം അവൾ എന്ത് ചെയ്യാണ്? ദൈവത്തിനെ രക്ഷയ്ക്ക് വിളിക്കുകയാണ്. എനിക്കൊരു അഭയമില്ല, എനിക്കൊരു വീടില്ല, ഞാൻ ഈ തണുപ്പത്ത് എങ്ങനെ ജീവിക്കും? അപ്പോൾ അതൊക്കെ ഓർത്തിട്ട് അവൾ എന്ത് ചെയ്യുന്നു? ഓ ലോഡ്, ദൈവത്തെ വിളിക്കുന്നു. ദർ മസ്റ്റ് ബി സംതിങ് യു ക്യാൻ സേ. താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? യു ക്യാൻ ടെൽ ഫ്രം ദി ലൈൻസ് ഓൺ ഹെർ ഫേസ്. യു ക്യാൻ സീ ദാറ്റ് ഷീ ഈസ് ബീൻ ദയർ. കാണുന്നവർക്കെല്ലാം അവളുടെ മുഖത്ത് അവളുടെ ആ ഒരു പോവർട്ടി, ദാരിദ്ര്യം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. കാരണം അവളുടെ ഫേസിൽ എന്തുണ്ട്? ലൈൻസ് ഓൺ ഹെർ ഫേസ്. അവളുടെ മുഖത്തെ ലൈൻസ് കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ അവൾക്ക് ഭക്ഷണവും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ ദാരിദ്ര്യം അനുഭവിക്കുന്നതുകൊണ്ട് തന്നെ ചുക്കിച്ചുളിഞ്ഞ ഒരു മുഖമായിരിക്കും. അതുകൊണ്ട് തന്നെ വരകളും കുറികളും ഒക്കെ അവളുടെ മുഖത്ത് ഉണ്ട്. സോ ലൈൻസ് ഓൺ ഹെർ ഫേസ്, അവളുടെ മുഖത്ത് ലൈൻസ് ഉണ്ട്. യു ക്യാൻ സീ ദാറ്റ് ഷീ ഈസ് ബീൻ ദയർ. നിങ്ങൾക്കറിയാം അവൾ എവിടെയാണെന്ന്, അവൾ ആ തെരുവിലുണ്ടെന്ന് നിങ്ങൾക്കറിയാം. പ്രോബബ്ലി ബീൻ മൂവ്ഡ് ഓൺ ഫ്രം എവറി പ്ലേസ് കോസ് ഷീ ഡിഡിൻറ്റ് ഫിറ്റ് ഇൻ ദയർ. പ്രോബബ്ലി ബീൻ മൂവ്ഡ് ഓൺ ഫ്രം എവറി പ്ലേസ്. എല്ലായിടത്തും അവൾ എന്ത് ചെയ്യാറുണ്ട്? മുന്നോട്ട് പോകാറുണ്ട്. അവൾക്ക് നടക്കാനും ഒന്നും പറ്റത്തില്ല, കാര്യം കാലിലൊക്കെ പുണ്ണാണ്. എങ്കിലും അവൾ എന്ത് ചെയ്യാറുണ്ട്? മുന്നിലേക്ക് തന്നെ പോകാറുണ്ട്. കോസ് ഷീ ഡിഡിൻറ്റ് ഫിറ്റ് ഇൻ ദയർ. അവൾ ഇവിടെ ഫിറ്റ് അല്ലെന്ന് അവൾക്ക് അറിയാം. എന്ന് പറഞ്ഞാൽ അവൾ ഇപ്പോൾ നിൽക്കുന്ന ആ ഒരു പ്ലേസിൽ അവൾക്ക് ഒരു അഭയമില്ല. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് മൂവ് ചെയ്യണം, മുന്നോട്ട് പോയെങ്കിലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അവൾ എന്ത് ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ട്? മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നുണ്ട്. ഓ തിങ്ക് ട്വൈസ് കോസ് ഇറ്റ്സ് അനദർ ഡേ ഫോർ യു ആൻഡ് മീ ഇൻ പാരഡൈസ്. ഓ തിങ്ക് ട്വൈസ് ഇറ്റ്സ് ജസ്റ്റ് അനദർ ഡേ ഫോർ യു ആൻഡ് മീ ഇൻ പാരഡൈസ്. ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. It's just another day for you and me in paradise. It's just another day for you and me in paradise. Just think about it. ഈ ലൈൻസ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഇവിടെ യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു പോയത്തിലെ പോയറ്റിക് ഡിവൈസ് എന്ന് പറയുന്നത് മെയിനായിട്ടും റിഫ്രൈൻ ആണ്. ഇതിലെ സെൻട്രൽ തീം എന്ന് പറയുന്നത് എന്താണ്? പോവർട്ടിയാണ്. അപ്പോൾ പോവർട്ടി, ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീ, അവൾക്ക് ഈ തണുപ്പ് കാലത്തൊന്നും ജീവിക്കാൻ എന്തില്ല? ഒരു വീട് പോലും ഇല്ല. അപ്പോൾ അവളുടെ കാലാണെങ്കിലോ അടിഭാഗം എല്ലാം പൊട്ടിയിരിക്കുകയാണ്. സോ അവൾക്ക് മുന്നോട്ട് പോയെങ്കിലേ പറ്റത്തുള്ളൂ. അവൾക്ക് ജീവിക്കണമെന്ന് അതിയായ ആഗ്രഹം ഉള്ളത് കൊണ്ട് അവൾ മുന്നോട്ട് തന്നെ പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അവൾ പലരോടും സഹായം അഭ്യർത്ഥിക്കുന്നുണ്ട്. അങ്ങനെയാണ് തെരുവിൽ കണ്ട ഒരാളോട് സഹായം അഭ്യർത്ഥിക്കുന്നത്. പക്ഷെ അയാൾ എന്ത് ചെയ്തു? അവളെ കണ്ടില്ല എന്നുള്ള ഭാവത്തോടു കൂടി അദ്ദേഹം മുന്നോട്ടേക്ക് പോയി. അവളുടെ കരച്ചിലും കാലിലെ പൊട്ടലും അവൾക്ക് നടക്കാൻ പറ്റാത്തതെല്ലാം കണ്ടിട്ടും ആ മനുഷ്യൻ സഹായിച്ചില്ല. അപ്പോൾ അവൾ പറയുകയാണ്, അനദർ ഡേ
ഫോർ യു ആൻഡ് മീ ഇൻ പാരഡൈസ്. നമ്മൾ രണ്ടുപേരും ഒരിക്കൽ എവിടെ എത്തും? പാരഡൈസ്, സ്വർഗത്തിലെത്തും. പക്ഷേ ഇപ്പോൾ അവളുടെ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് അവളിപ്പോൾ ഒരു നരകത്തിലാണ്. ചുറ്റും ഒരു തരി പോലും കൈൻഡ് അവളോട് കാണിക്കാത്ത ആളുകളാണ് എന്ന് അവൾ തിരിച്ചറിയുന്നു. സോ പോവർട്ടിയാണ് ഇതിലെ സെൻട്രൽ തീമായിട്ട് വരുന്നത്. ഓക്കെ, ഈ ഒരു ലൈൻസ് റിഫ്രൈൻ ആണെങ്കിലും ഇത് പാരഡോക്സിക്കലി ഐറോണിക്കലി എന്തെന്ന് പറയാൻ നമുക്ക്, അവളുടെ ആ ഒരു സിറ്റുവേഷനെ അവൾ പാരഡൈസ് ആയിട്ടാണ് കാണുന്നത്, സ്വർഗമായിട്ടാണ് ഇവിടെ പറയുന്നതെങ്കിലും യഥാർത്ഥത്തിൽ അത് എന്താണ്? നരകത്തിന് തുല്യമാണല്ലേ. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ആയിട്ട് വരുന്ന പോയറ്റിക് ഡിവൈസസ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. ഓക്കെ.